നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രോഗമായി ക്യാൻസർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 65,000 രോഗികൾ 5 വർഷത്തിനിടയിൽ അംഗീകൃത ക്യാൻസർ സെന്ററുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്ര ഭീകരമായ ഒരു രോഗമായി ക്യാൻസർ നമ്മളെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാൻസറിന്റെ വിജയ ശതമാനം RCC, അതായത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന നമ്മുടെ അംഗീകൃത സ്ഥാപനം നൽകുന്നത് 10% താഴെയാണ്. അതെന്തുകൊണ്ട് ഇത്രയും ദയനീയമായ വിജയ ശതമാനം അവകാശപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ക്യാൻസർ തുടക്കത്തിലേ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ചികിത്സിച്ച് ഭേദമാക്കാനാവൂ എന്ന് അവർ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ കണ്ടുപിടിച്ചാലും ശരി, അവസാനം കണ്ടുപിടിച്ചാലും ശരി, ക്യാൻസറിന്റെ വിജയ ശതമാനം വെറും തുച്ഛമായതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ക്യാൻസറിന്റെ കാരണം, അതിന് പ്രകൃതിദത്തമായി നമുക്ക് പ്രകൃതി അനുപൂരകമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്ത അവിടെ ഉടലെടുത്ത് വരികയുണ്ടായി. ക്യാൻസർ എന്ന് പറയുന്നത് ആദ്യമായി കണ്ടുപിടിച്ചത് ഡോക്ടർ കോഷ് എന്ന് പറയുന്ന ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ രോഗത്തിന് കോഷ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പേരും വന്നിട്ടുണ്ട്. കോശങ്ങൾ അമിതമായി പെരുകുന്നതാണ് ഇതിന് കാരണം. പക്ഷെ ഇപ്പോഴത്തെ വേർഷൻ, അവസാനമായിട്ട് വന്നിരിക്കുന്ന വേർഷൻ, ഏജിങ് ആണ് ക്യാൻസർ എന്നതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അതായത് പെട്ടെന്ന് ശരീരം വളരുക, കോശങ്ങൾ വളരുക. എന്താണ് കാരണം? അമിതമായ വൃത്തികെട്ട ഭക്ഷണങ്ങൾ. അതാണ് സത്യത്തിൽ ക്യാൻസറിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ആ രോഗത്തിന് ശൈലീബദ്ധ രോഗം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാൻ കാരണം. അപ്പൊ എന്താണ് ഈ അനാവശ്യമായ ഭക്ഷണം? നോക്കൂ, നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ബഹുഭൂരിപക്ഷം തന്നെ അനാവശ്യമായ ഭക്ഷണങ്ങളാണ്. കോഴിയിറച്ചി 2.5 വർഷം കൊണ്ട് വളരേണ്ടുന്ന കോഴിയെ 2.5 മാസം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു തന്ത്രം, ഒരു കച്ചവട തന്ത്രം. അതിന്റെ ബലിയാടുകളായി ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ നാസാരന്ധ്രങ്ങളെ അല്ലെങ്കിൽ രസനകളെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു ഭക്ഷണമായി കോഴിയിറച്ചി മാറിക്കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് രക്ഷ കിട്ടുക? അതുപോലെ നമ്മൾ പാല് വാങ്ങാൻ ചെല്ലുന്നു. ഈ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ ഒത്തിരി കുത്തിവയ്പ്പുകളും വൃത്തികെട്ട ഒത്തിരി ഭക്ഷണങ്ങളും, അതായത് മനുഷ്യനൊരിക്കലും ചേരാത്ത ഭക്ഷണങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ പാല്. ആ പാലിൽ നിന്ന് കിട്ടുന്ന ഘടകങ്ങൾ ശരീരത്തിന് ദോഷകരമേ ആകൂ. ഈ ദോഷത്തിന്റെ എല്ലാം കൂടെ ആത്യന്തികമായ ഫലമായിട്ടാണ് നമുക്ക് ക്യാൻസർ പ്രത്യക്ഷപ്പെടുന്നത്. ക്യാൻസർ പ്രത്യക്ഷപ്പെട്ടാലോ അപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് അവസാനിപ്പിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നടക്കാൻ തയ്യാറായാൽ എവിടം വെച്ചാണോ വഴിതിരിഞ്ഞത് ആ ജംഗ്ഷനിൽ ചെന്നിട്ട് സുന്ദരമായ ജീവിതത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെയാണ് പ്രകൃതി ജീവനത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. ഏത് ക്യാൻസർ രോഗികളോടും എനിക്ക് പറയാനുള്ളത്, RCC അല്ലെങ്കിൽ റീജിയണൽ ക്യാൻസർ സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ അവകാശപ്പെടുന്ന 10%-ക്കാൾ കൂടുതൽ വിജയം പ്രകൃതി ജീവനക്കാരും അതുപോലെ എന്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് മാറാൻ കഴിയുന്ന പോട്ട ആശ്രമത്തിൽ നിന്ന് പോലും നമുക്ക് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇവിടെ ചെയ്തത്? സ്വാഭാവികമായി പ്രകൃതി അനുകൂലമായ ഒരു ജീവിതം നയിച്ചു എന്നാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല വെള്ളം, പച്ചവെള്ളം, അതാണ് ജീവജലം. അതായത് വെള്ളം ചൂടാക്കിയിട്ട് ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മത്സ്യം ചത്തുപോകും. എന്തുകൊണ്ടാണ്? ജീവജലമല്ല, അതിനകത്ത് ജീവഭാവം ഇല്ല. ആ ജീവഭാവം ഇല്ലാത്ത ജലത്തെ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ശരീരവും ശവപ്പറമ്പായി മാറും. സ്വാഭാവികമാണ്. അപ്പം ജീവജലം കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക, അതുപോലെ നല്ല ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുക. നമ്മൾ ശരീരം കൊണ്ട് യാതൊരു പ്രക്രിയകളും ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് മനുഷ്യൻ അധപ്പതിച്ച് കഴിയുമ്പോൾ വായുക്കളെല്ലാം, പഞ്ചവായുക്കളെല്ലാം സുഖമായി ചലിക്കുന്നില്ല. ശരീരത്തിന്റെ അവയവങ്ങൾക്കൊന്നും പ്രത്യേകമായിട്ടുള്ള ചലനം കിട്ടുന്നില്ല. ഈ ചലനമില്ലായ്മ അത് മാറ്റണം. അത് കൃത്യമായ ഹിതവും മിതവുമായ വ്യായാമം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഗ്രന്ഥികളെല്ലാം തന്നെ വീണ്ടും പുനർജനിക്കും. നഷ്ടപ്പെട്ടു പോയ ഒരു നദി എങ്ങനെ വരുന്നു, പുനർജനിച്ചു വരുന്നു, അതുപോലെ തന്നെ പുനർജനിക്കും. ഈ പുനർജനി മാത്രം മതി, സ്വാഭാവികമായി രോഗം ഭേദമായിക്കൊള്ളും. ഒപ്പം തന്നെ മാനസികാവസ്ഥ, നല്ല സന്തുലനമായ മാനസികാവസ്ഥ, ശാന്തമായ മാനസികാവസ്ഥ. നമുക്കെല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു പുണ്യം അതുകൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പറയാൻ കഴിയും ഇപ്പോൾ ക്യാൻസർ സെന്ററിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ ഒരു 10 മടങ്ങധികം വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതും വ്യക്തമായി ഞാൻ പറയട്ടെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ക്യാൻസർ എങ്കിൽ അത് മാറ്റുന്നതും ലൈഫ് സ്റ്റൈലിൽ കൂടെ തന്നെ ആയിരിക്കണം. അതാണ് സത്യം. അത് 100% നടക്കും. അതിനുള്ള എല്ലാവിധമായ ശേഷിയും ആത്മവിശ്വാസവും പ്രകൃതി ജീവനക്കാർ ആർജിച്ചിട്ടുണ്ട്.
ആ ക്യാൻസർ പേഷ്യൻസ് അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തൻ്റെ ഇടം കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവകാശപ്പെടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ സുന്ദരമായി ചിന്തിക്കുക, ശരിയാവണ്ണം ചിന്തിക്കുക, അമ്മേ ആ പ്രകൃതിയോടെ വിധേയമായിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും ആധാരമായ പ്രകൃതിക്ക് മുന്നിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. അതല്ലേ സത്യം.